ഇങ്ങനെ ഒരു പേഴ്സണിന് ഭയങ്കര ഒരു ചാർമ് ഉണ്ടാവും. ആ പാർട്ട്ണർക്ക് ഇതുവരെ കിട്ടാതിരുന്ന അത്രയും അറ്റൻഷൻ കൊടുക്കുക, അപ്രീസിയേഷൻസ് കൊടുക്കുക. പാർട്ട്ണർക്ക് ഒബ്വിയസ്ലി ഇത് ഭയങ്കര ഒരു ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് ഫീൽ ചെയ്യും. കരഞ്ഞ് കാല് പിടിച്ചിട്ട് എന്നെ വിട്ടിട്ട് പോരുതെന്ന് പറയാം. എൻ്റെ ഓഫീസിലുള്ള കുട്ടി നിന്നേക്കാൾ എത്ര ഭേദമാണ്. പാർട്ട്ണർക്ക് അതിന് ശേഷം ശരീരത്തിൽ ബ്രൂസസ് വരുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വരുന്ന രീതിയിൽ തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പാസ്റ്റിൽ മേ ബി അവരുടെ ചൈൽഡ്ഹുഡിൽ അവരുടെ പാരൻസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നോ ഇതേ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ടോ, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. അവരിത് മനസ്സിലാക്കി, ഓക്കെ ദിസ് ഇസ് നോട്ട് നോർമൽ എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൺഫ്രണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീമാണ്, അവർ ഭയങ്കര അടിപൊളിയാണെന്നാണ് അവർക്ക് തോന്നുക. പക്ഷേ അങ്ങനെയല്ല വരുന്നത്. നമ്മൾ വേൾഡിൽ തന്നെ NPD എന്ന് പറയുന്ന സമയത്ത് 2% ഓഫ് ആൾക്കാർ മാത്രമാണ് ഇതിന് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ളത്. പ്രണയം കൊണ്ട് ആൾക്കാർ മാറുന്നുണ്ട്, പ്രണയത്തിന് വേണ്ടി ആൾക്കാർ മാറുന്നുണ്ട്. പക്ഷേ ഒറ്റ ഒരു വേർഡിന് ഉത്തരം പറയണമെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു നാർസിസിസ്റ്റിനെ ശരിയാക്കാൻ പറ്റില്ല. വി കൻ നോട്ട് ഹീൽ സംവൺ. ഹായ്, ഐ എം ആതിര. ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മൾ പൊതുവേ കേട്ട് വരുന്നൊരു ടേമാണ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ആരാണ് ഈ നാർസിസിസ്റ്റ്? നമുക്ക് എങ്ങനെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നാർസിസിസ്റ്റ് ആയിട്ടുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മനീഷ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഒപ്പം. ഹായ് മനീഷ. ഹായ് ആതിര, താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. ആക്ച്വലി ആരാണ് ഈ നാർസിസിസ്റ്റ്? നമുക്ക് എങ്ങനെ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇന്ന് നമ്മൾ ഈ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് കേട്ട് വരുന്ന ഒരു വാക്കാണ് നാർസിസിസം അല്ലെങ്കിൽ നാർസിസ്റ്റ്. സമ്മൺ ഹു ഡിഡൻ ടെക്സ് ബാക്ക്, ഓക്കെ അവൻ നാർസിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത് ഇയാൾ നാർസിസ്റ്റ് ആണ്. ഇച്ചിരി അല്ല, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൂടുതലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഞാൻ നാർസിസിസ്റ്റിക് അബ്യൂസിലിരുന്ന് വരുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. ആക്ച്വലി ഡൊമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണോ നാർസിസിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. നമ്മൾ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസിൽ ഒരു 9 മിനിമം 5 ഉണ്ടെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പോലും പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ ഒരു നാർസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ കുറച്ചും കൂടെ ഗ്രാൻഡ്യൂസ് ആയിരിക്കും. അതായത് അയാളാണ് എല്ലാവരെക്കാളും വലുത്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു തോന്നൽ ആ മനുഷ്യന് ഭയങ്കര കൂടുതലായിരിക്കും. എന്നെ എല്ലാവരും അഡ്മയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ക്രൗഡിലോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അഡ്മിറേഷൻ വേണം. അതുകൊണ്ട് ആൾ കൂടുതലായിട്ട് സംസാരിക്കുക, എല്ലാവരുടെ അറ്റൻഷനും സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. വേറെ ആൾക്കാരുടെ അടുത്ത് ഭയങ്കരമായിട്ടൊരു ലാക്ക് ഓഫ് എമ്പതി നമുക്ക് കാണാൻ പറ്റും. ആരെങ്കിലും കരഞ്ഞു കഴിഞ്ഞാലും ശരി, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ശരി, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒട്ടും തന്നെ എംപത്തറ്റിക് ആവാൻ പറ്റാതെ ഭയങ്കര ലോജിക്കലി മാത്രം തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത് കാണാം. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അബ്യൂസീവ് ആയിരിക്കും, ഫിസിക്കലി അബ്യൂസ് ചെയ്യും, ഇമോഷണലി അബ്യൂസ് ചെയ്യും. സോ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഡൊമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരാളെയാണ് നമ്മൾ കൂടുതലും നാർസിസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവരിപ്പം ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പം ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റൈലൊക്കെ എങ്ങനെയായിരിക്കും? ഓക്കെ, ഇവിടെ ആദ്യം തന്നെ ഇവർ ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇങ്ങനെ ഒരു പേഴ്സണിന് ഭയങ്കര ഒരു ചാർമ് ഉണ്ടാവും. അതായത് ഒരു ആളുമായിട്ട് റിലേഷൻഷിപ്പിലോട്ടേക്ക് കയറുമ്പം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ട്ണർക്ക് ഇതുവരെ കിട്ടാതിരുന്ന അത്രയും അറ്റൻഷൻ കൊടുക്കുക, അപ്രീസിയേഷൻസ് കൊടുക്കുക, ഈ ലോകത്ത് കാണുന്ന എല്ലാ ഗിഫ്റ്റ് കൊടുക്കുക. അതായത് ആ പേഴ്സണെ വേറെ ഒരാളും ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഉള്ളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആവുന്ന സമയത്ത് പാർട്ട്ണർക്ക് ഒബ്വിയസ്ലി ഇത് ഭയങ്കര ഒരു ബെസ്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് ഫീൽ ചെയ്യും. ഇതാണ് ഇവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ. അതിനുശേഷമായിരിക്കും അവർ പയ്യെ അവരുടെ രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതിലാണ് ഈ പറഞ്ഞ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഇമോഷണൽ അൺഅവൈലബിലിറ്റി, പയ്യെ പയ്യെ സൈലൻ്റ് ആയിട്ട് നടക്കുന്ന സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, കമ്പാരിസൺസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് എൻ്റെ ഓഫീസിലുള്ള കുട്ടി നിന്നേക്കാൾ എത്ര ഭേദമാണ്, അല്ലെങ്കിൽ എൻ്റെ എക്സ് നിന്നേക്കാൾ എത്ര നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു എന്നറിയോ, അല്ലെങ്കിൽ കുക്ക് ചെയ്യുമായിരുന്നു എന്നറിയോ എന്നുള്ള രീതിയിലുള്ള കമൻസ് വരിക. ഇതൊക്കെ രണ്ടാമത്തെ സ്റ്റേജിലോട്ടേക്ക് വരും.
അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് ഇവർ അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇവരെ ഉപദ്രവിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക, പണിഷ് ചെയ്യുക ഭയങ്കരമായിട്ട്. ഫിസിക്കൽ അബ്യൂസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർക്ക് അതിന് ശേഷം ശരീരത്തിൽ ബ്രൂസസ് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും വരുന്ന രീതിയിൽ തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അഗെയിൻ ആ കൈൻഡ് ഓഫ് ഹൂവറിംഗ് ആണ്. ഹൂവറിംഗ് ഇൻ ദ സെൻസ് ഇത്രയും ചെയ്തതിന് ശേഷം അവർ വിട്ടിട്ട് പോകുവാണ് എന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, വീണ്ടും ഒരു കൈൻഡ് ഓഫ് അഡ്മിറേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ചിട്ട് എന്നെ വിട്ടിട്ട് ഓക്കെ. പോരുതെന്ന് പറയാം, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഇമോഷണൽ അൺഅവൈലബിലിറ്റി മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ കടന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു രണ്ടോ മൂന്നാമത്തെയോ സ്റ്റേജ് മാത്രമാണ് ഇമോഷണൽ അൺഅവൈലബിലിറ്റി എന്ന് പറയുന്നത്. വരുന്നത്. Yeah. ഓക്കെ. അപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ അവർക്ക് ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഫീലിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലേ? ആക്ച്വലി ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പലരും ഭയങ്കരമായിട്ട് സെൽഫ് എസ്റ്റീം കുറവുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സെൽഫ് എസ്റ്റീം കുറവ് ഇൻ ദ സെൻസ് ചിലപ്പം ഭയങ്കര ആൻഷ്യസ്ലി അറ്റാച്ച്ഡ് ഓക്കെ. ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം, അതായത് ഇങ്ങനെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ കൂടെയാണ് അവർ റിലേഷൻഷിപ്പിലോട്ടേക്ക് കയറുമ്പം ആദ്യം അവർക്ക് കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു അഡ്മിറേഷനും ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനും ഒക്കെ ആയിരിക്കുമല്ലോ. സോ അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള അബ്യൂസ് വരുന്ന സമയത്ത് they'll start thinking that ഓക്കെ, എനിക്ക് പഴയത് വീണ്ടും കിട്ടും, എൻ്റെ എന്തോ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കണേ, സോ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്താൽ മതി എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തോന്നിയിട്ട് അവർ വീണ്ടും വീണ്ടും ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ആ അബ്യൂസ് നടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറും ഇത് തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. അതായത് നീ കൊള്ളില്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറെ ഒരാളുടെ അടുത്ത് പോണത്. ഇവർ ഓക്കെ. ചീറ്റിംഗ് ചെയ്യുന്ന സമയം തേർഡ് സ്റ്റേജിലാണ് ചീറ്റിംഗ് വരുന്നത്. ഈ ചീറ്റിംഗ് ചെയ്യുന്ന സമയത്തും ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ട് പറയാം, നീ കാരണമാണ് ഞാനിപ്പം ചീറ്റ് ഓക്കെ. ചെയ്തത് എന്നുള്ള രീതിയിലാണ്. സോ ദ പാർട്ട്ണർ വിൽ ഓൾവേസ് ട്രൈ ടു വർക്ക് ഓൺ ഹെർ സെൽഫ്. ഓക്കെ, എനിക്ക് എൻ്റെ പാർട്ട്ണർക്ക് മാക്സിമം ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഇവർ നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ഇവരില്ലാതെ ഇനി പറ്റില്ല എന്ന് തോന്നുന്നത് കൊണ്ട്, ഒരു എന്നെ വിട്ടിട്ട് പോകുമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള പേടി കാരണം ഒക്കെ ഇവർ എഫേർട്സ് ഇടാൻ റെഡിയാവും. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺസ് തന്നെയായിരിക്കും റിലേഷൻഷിപ്പിൽ കാണുന്നത്. അതായത് ഇങ്ങനത്തെ സർവൈവേഴ്സ് ഇല്ലേ, അതായത് നാർസിസിസത്തിൻ്റെ സർവൈവേഴ്സ്, ആക്ച്വലി ഈ പറഞ്ഞ പാർട്ട്നേഴ്സിന് പാസ്റ്റിൽ മേ ബി അവരുടെ ചൈൽഡ്ഹുഡിൽ അവരുടെ പാരൻസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നോ ഇതേ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ടോ, ഭയങ്കര ഓക്കെ. ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അബ്യൂസലായിരിക്കാം, അല്ലെങ്കിൽ മേ ബി അവരെ കോൺസ്റ്റൻ്റ്ലി ഇൻവാലിഡേറ്റ് ചെയ്യുന്നതായിരിക്കാം, ക്രിട്ടിസൈസ് ചെയ്യുന്നതായിരിക്കാം. സോ ഇത് കണ്ടിട്ടുള്ളൊരു പാറ്റേൺ കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഇതൊരു ഒരു ന്യൂ ആയിട്ട് ഫീൽ ചെയ്യില്ല. ഫോർ ദം ഇറ്റ്സ് വെരി ഫെമിലിയർ. അതുകൊണ്ടും ഇതിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. ഓക്കെ. അപ്പം ഇവർക്ക് ഈ പാർട്ട്നേഴ്സിന് ഇപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ശരിക്കും നമുക്ക് ഈ നാർസിസിസ്റ്റിനെ ഹീൽ ചെയ്ത് ശരിയാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും അവരുണ്ടാവുക. ആഹ് ഒറ്റ ഒരു വേർഡിന് ഉത്തരം പറയണമെങ്കിൽ, ഒരിക്കലും നമുക്ക് ഒരു നാർസിസിസ്റ്റിനെ ശരിയാക്കാൻ പറ്റില്ല. വി കെ നോട്ട് ഹീൽ ഓക്കെ. സമ്മൺ. ഓക്കെ. ആ മനുഷ്യന് ഹീൽ ആവണമെങ്കിൽ ആൾക്കത് തോന്നി ഞാൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കി ഓക്കെ. ആൾ ഇതിൽ കോൺഷ്യസ് ആയിട്ട് എഫേർട്സ് ഇടുകയും തെറപ്പിസ്റ്റിനെ സ്വയം സീക്ക് ചെയ്ത് ഇതിലിരുന്ന് പുറത്തോട്ടേക്ക് അതായത് ആ വരാൻ ഓപ്പോസിറ്റ് പാർട്ട്ണർ അവരുടെ സെൽഫായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നാർസിസിസ്റ്റ് സെൽഫായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ. ഓക്കെ. അല്ലാതെ ഒരിക്കലും നമുക്ക് മറ്റേ പാർട്ട്ണർക്ക് ഒരിക്കലും ഒരു നാർസിസിസ്റ്റിനെ ഹീൽ ചെയ്യാൻ ഹീൽ പറ്റില്ല. ചെയ്യും. അതായത് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, ലവ് ക്യാൻ ഹീൽ സമ്മൺ. ഓക്കെ. ഒരു പോയിന്റ് വരെ അത് ശരിയാണ്. നമുക്കൊരു പ്രണയം കൊണ്ട് ആൾക്കാർ മാറുന്നുണ്ട്, പ്രണയത്തിന് വേണ്ടി ആൾക്കാർ മാറുന്നുണ്ട്. പക്ഷെ ഓക്കെ. ഇതൊരു പേഴ്സണാലിറ്റിയിലുള്ള ഓക്കെ. ഇഷ്യൂസ് ആണ്. ആ പേഴ്സണാലിറ്റിയിലുള്ള ഇഷ്യൂസിനെ ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രണയം കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ. മേ ബി അതൊരു നോ തന്നെയാണ് അതിൻ്റെ ആൻസറും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടാണ് എൻ്റെ പാർട്ട്ണർക്ക് വരുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റേ അവർക്ക് ഉണ്ടാവില്ല. സോ വി കെ നോട്ട് ഹീൽ എ നാർസിസ്റ്റ്. ഓക്കെ. അപ്പോൾ എന്തായിരിക്കും ഈ അതിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഈ ഓപ്പോസിറ്റ് പാർട്ട്ണർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക? ഇവർക്കിത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പറ്റത്തുള്ളൂ. അതായത് ഇപ്പം ഇങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് അവരിത് മനസ്സിലാക്കി, ഓക്കെ ദിസ് ഇസ് നോട്ട് നോർമൽ എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൺഫ്രണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ആദ്യം വിചാരിക്കുക എന്താ, ഇവരെ കൺഫ്രണ്ട് ചെയ്ത് താനൊരു നാർസിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാം.
അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മേ ബി ഇറങ്ങി വരാനും പറ്റത്തില്ല. അതിന് പകരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതായത് ഇൻസ്റ്റെഡ് ഓഫ് കൺഫ്രണ്ടിങ് ദം ഓക്കെ. വി ഹാവ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ അവർ സെൽഫ്. ഇപ്പം ഞാനാണ് ആ പാർട്ട്ണർ എങ്കിൽ എനിക്കിതല്ല വേണ്ടിയിരുന്നത്, ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അതിലിരുന്ന് വർക്ക് ചെയ്യാൻ. അതായത് ഇപ്പം മേ ബി എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഇപ്പം സേ ഫോർ എൻ എക്സാമ്പിൾ ചീറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. ആള് വേറൊരാളുടെ അടുത്ത് ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയണത് നീ അത് ചെയ്തത് കൊണ്ടാണ്. അതായത് നീ എൻ്റെ അടുത്ത് ഞാൻ പറയണ സമയത്ത് എൻ്റെ കൂടെ സെക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നീ ഞാൻ പറയണ സമയത്ത് എൻ്റെ കൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരാളെ സീക്ക് ചെയ്തത് എന്ന് ആ പുള്ളിക്കാരൻ പറയണ സമയത്ത് ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് ആളുടെ മാനിപ്പുലേഷൻ ആണ്. ഓക്കെ. ഞാൻ എൻ്റെ ഒരു നോ ആള് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ആളിങ്ങനെയൊക്കെ പറയണത്. അതായത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടായിരിക്കണം അതിലിരുന്ന് ഞാൻ പുറത്തോട്ടേക്ക് വരാൻ ശ്രമിക്കേണ്ടതും. ഒബ്വിയസ്ലി ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ഇടയിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് മേ ബി എനിക്ക് തന്നെ ഒരു വോയിസ് റെക്കോർഡ് അയക്കുക. അതായത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, എന്നിട്ട് ഞാൻ തന്നെ കേട്ടിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കുക, തെറപ്പി സീക്ക് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് പുറത്തോട്ടേക്ക് വരാൻ പറ്റും. അല്ലാതെ ആ മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് കൺഫ്രണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആളുടെ അടുത്ത് പോയിട്ട് ഇത് ശരിയാക്കാൻ ശ്രമിച്ചിട്ടോ കാര്യം ഉണ്ടാവില്ല. ഓക്കെ. ഇതിപ്പോ ഒരു പാർട്ട്ണറുടെ കേസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതുമല്ല, പാർട്ട്ണർ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, നമുക്ക് അവിടെയൊക്കെ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റും. പക്ഷെ പാരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ് ഇങ്ങനെ ഒരു നാർസിസിസം വരുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഡീലിംഗ് ഒക്കെ വരുന്നത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇന്നത്തെ കാലത്ത് മേ ബി ഒരുപാട് കുട്ടികൾ ഇപ്പം തെറപ്പിയിലാണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾ നാർസിസിസം അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായിട്ടുണ്ട്. ലൈക്ക് ഒന്നാമത്തെ കാര്യം, ആരും അധികം ഓപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് അവരെ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് മേ ബി പഠിക്കുന്ന കുട്ടികളായിരിക്കും, അപ്പം അവരുടെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻഷനലി ബൗണ്ടറീസ് വെക്കാം. ഓക്കെ. ഇപ്പം കോൾ ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ എടുക്കുന്നതിന് പകരം കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മളെ ഒന്ന് കാമാക്കി ഇങ്ങനത്തെ പ്രിപ്പയർ ആയതിനു ശേഷം കോൾ ചെയ്യുക തിരിച്ച്. ഇനിയിപ്പം ഒറ്റയ്ക്ക് വീട്ടിൽ അവരുടെ കൂടെ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ മാക്സിമം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ അബ്യൂസിലോട്ടേക്ക് നേരിട്ട് ഒരു കോണ്ടാക്ട് വരാതിരിക്കാനും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ലിവ് വിത്ത് എ നാർസിസിസ്റ്റിക് പാരന്റ്. പക്ഷെ സ്റ്റിൽ ബൗണ്ടറീസ് ആണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റൊരു കാര്യം. പിന്നെ ഒരു ട്രസ്റ്റഡ് ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കുക, തെറപ്പി എടുക്കുക, പിന്നെ അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അമ്മയ്ക്ക് കുറച്ചും കൂടെ റിയലൈസേഷൻ ഹിറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഐ മീൻ ഇപ്പൊ ഫാദർ ആണ് നാർസിസിസ്റ്റ് എങ്കിൽ, ഇനി അമ്മയാണ് നാർസിസിസ്റ്റ് എങ്കിലും അച്ഛൻ്റെ അടുത്താണെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ബൗണ്ടറീസ് അല്ലാതെ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വിൽ പവർ അല്ലാതെ ഇതിൽ വേറൊരു ഓപ്ഷനും നമ്മുടെ മുന്നിലില്ല. അപ്പം ഇവർക്ക് സെൽഫ് എസ്റ്റീം ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം ഇവരെ കുറ്റപ്പെടുത്തുന്ന പോലെ ആയിരിക്കുമല്ലോ പറയുന്നുണ്ടായിരിക്കുക. അപ്പം എന്തായിരിക്കും അവർക്ക് അതിൽ എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അവരുടെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ വേണ്ടിയിട്ട്? യെസ്, ഭയങ്കര കോൺസ്റ്റന്റ് ആയിട്ടുള്ള അബ്യൂസീവ് വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, കോൺസ്റ്റന്റ് ഡീഗ്രഡേഷൻ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ലുക്ക്, ദിസ് ഇസ് നോട്ട് ഈസി. നമ്മളൊരു ഡെയിലി ബേസിസിൽ ഇത് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഇതായിരിക്കും റിയാലിറ്റി എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുമല്ലോ. എക്സാക്ട്ലി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബ്രെയിൻ വയർ ചെയ്തിട്ടുള്ളതും മേ ബി കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ വേർഡിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് തോട്ടാണോ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ വയേർഡ് ആവും. ആക്ച്വലി നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് നീ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒരു കാര്യമില്ല, നിനക്ക് പഠിക്കാൻ പറ്റത്തില്ല, നീ തിന്നു മുടിക്കാൻ വേണ്ടിയിട്ടുണ്ടായതാണ്. ഇങ്ങനത്തെ ടേംസ് ആയിരിക്കും റിലേഷൻഷിപ്സിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു പാരന്റൽ റിലേഷൻഷിപ്പിലും സംഭവിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റാർട്ട് ബിലീവിങ് ദാറ്റ് ഓക്കെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഒബ്വിയസ്ലി അവരുടെ സെൽഫ് എസ്റ്റീം ലോ ആവും. പക്ഷെ ഇതവർക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട് വെച്ചിട്ട്, അതും ഒരുപാട് കാലം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു തെറപ്പീനെ കൊണ്ടാണെങ്കിൽ പോലും പുറത്തോട്ടേക്ക് വരാൻ പറ്റുള്ളൂ, സെൽഫ് എസ്റ്റീം കൂട്ടിയെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ ആദ്യം നമുക്ക് റിയലൈസേഷൻ ആണ്, അവെയർനെസ് ആണ് വേണ്ടുന്നത്. അവെയർനെസ് ബിൽഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് പോകാൻ പറ്റും. പക്ഷെ ഈ പറഞ്ഞതുപോലെ അവരെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. സത്യമായിരിക്കും അല്ലേ?
അപ്പൊ ശരിക്കും എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റ് ഉണ്ടാവുന്നത്? ഇവര് ജനിക്കുമ്പോ തന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണോ? അതോ അവരുടെ സിറ്റുവേഷൻസ് ആണോ ഇതിനെ കൊണ്ടെത്തിക്കുന്നത്? ആക്ച്വലി ഒരു ഒരു കുട്ടി ജനിക്കുന്ന സമയത്തേ നാർസിസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ജനറ്റിക്കലി അവരുടെ ഉള്ളിലോട്ടേക്ക് ഇത് കയറുന്നുണ്ട്. നമ്മൾ പറയില്ലേ, നമ്മുടെ ഇപ്പോൾ ഒരു ഭയങ്കര വൃത്തിയും ഭയങ്കര ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ആണ് ഒരു പാരൻസ് കുട്ടീനെ വളർത്തുന്നതെങ്കിൽ ഒബ്വിയസ്ലി അവരുടെ ജനറ്റിക്കലി അത് പാസ് ചെയ്തിട്ടുണ്ടാവും, ബിഹേവിയറലിയും അത് കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് നാർസിസിസ്റ്റിൻ്റെ അടുത്തോട്ടേക്കും വരുന്നത്. അതായത് ഒരു നാർസിസിസ്റ്റിക് പാരൻറ്റിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ജനറ്റിക്കലിയും ഫോം ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവരുടെ ബിഹേവിയേഴ്സും ഇതിലോട്ടേക്ക് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് മാത്രമാണ് ഒരു റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അല്ല. ഇതിന് പിന്നിൽ കുറച്ചധികം ചൈൽഡ്ഹുഡ് ആസ്പെക്ട്സും കൂടിയുണ്ട്. ഒന്നാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവാലിഡേഷൻ കുഞ്ഞുനാളിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ കരയണ സമയത്ത് മൈൻഡ് ചെയ്യാതിരിക്കുക, ബുള്ളി നന്നായിട്ട് ചെയ്യുക. ബുള്ളിങ് ഇൻ ദ സെൻസ് അവരുടെ അവരുടെ പേഴ്സണാലിറ്റീൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ കാണാനുള്ള എന്തെങ്കിലും അപ്പിയറൻസിൻ്റെ കാര്യത്തിലോ, ഈവൻ ഒരു ഇപ്പം കണ്ണ് കൊള്ളില്ല എന്ന് പറയുന്നത്, പല്ല് കൊള്ളില്ല എന്ന് പറയുന്നത് പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിങ് സംഭവിക്കാറുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെൽഫ് എസ്റ്റീമിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. അത് ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏർലി അഡൾട്ട്ഹുഡിൽ ഇനിയും ഒരാൾ എന്നെ അങ്ങനെ ബുള്ളി ചെയ്യരുത് അല്ലെങ്കിൽ ഇൻവാലിഡേറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം കൊണ്ട് അവരൊരു ഫോൾസ് സെൽഫ് ഉണ്ടാക്കുന്നതാണ്. അത് അവർ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും നാർസിസത്തിന് അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീമാണ്, അവർ ഭയങ്കര അടിപൊളിയാണെന്നാണ് അവർക്ക് തോന്നുക. പക്ഷേ അങ്ങനെയല്ല വരുന്നത്. ഇവിടെ ഭയങ്കര ഫ്രജൈലായിരിക്കും അവരുടെ സെൽഫ് എസ്റ്റീം. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഫോൾസ് സെൽഫ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ വലുതാവുന്ന സമയത്ത് ഇപ്പം അങ്ങനത്തെ ഒരു അഡ്മിറേഷൻ സീക്ക് ചെയ്യുന്നതാണെങ്കിലും അവർക്ക് അറ്റൻഷൻ വേണമെന്ന് വിചാരിക്കുന്നതും ഒക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കണ്ടീഷണലി അവർ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും, ഇപ്പം സേ ഫോർ എൻ എക്സാമ്പിൾ അവർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്സ് വാങ്ങിക്കുന്നത്, മാർക്സ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ അടിപൊളിയാണ്. ചില സമയത്ത് അവർ ഫെയിലിയേഴ്സ് ആണെങ്കിലും അവർ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ അപ്രീസിയേഷൻ കിട്ടി കിട്ടി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ക്രിറ്റിസിസം നേരിടാൻ പറ്റാതെ വരും. അങ്ങനെയും നാർസിസിസ്റ്റിക് ഫോം ആവാറുണ്ട്. വേറെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ട്രോമയൊക്കെ കിട്ടിയിട്ടുള്ള, ഇപ്പം മേ ബി ഫിസിക്കൽ അബ്യൂസ് കാരണം ട്രോമ വരാം, അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് ട്രോമ വരാം. അങ്ങനത്തെ എന്തെങ്കിലും അബ്യൂസസ് കാരണം ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു നാർസിസിസ്റ്റ് ഫോം ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. ഇപ്പം ഒരു കേസ് എടുക്കുവാണ്. ഇപ്പം എൻ്റെ മാരേജ് കഴിയുന്നു. എൻ്റെ പാർട്ട്ണർ ഒരു നാർസിസിസ്റ്റ് ആണ്. അപ്പം ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. ഇൻ ദി കേസ് ഓഫ് കുറച്ച് അധികം നാളുകൾ കഴിഞ്ഞിട്ടാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേജസ് ആയിട്ട് പറയുവാണെങ്കിൽ? ആക്ച്വലി ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഉം. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേൾഡിൽ തന്നെ ഉം. NPD എന്ന് പറയുന്ന സമയത്ത് ഉം. 2% ഓഫ് ആൾക്കാർ മാത്രമാണ് ഇതിന് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലാവരെയും നമ്മൾ കണ്ടിട്ട് അവരിപ്പം അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുപോലെ അവർ ഡൊമിനേറ്റ് ആണ് ചെയ്യുന്നതാണ് എങ്കിലും, അല്ലെങ്കിൽ അവർ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുവാണെങ്കിൽ മാത്രം നമുക്ക് അവരൊരു നാർസിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നാർസിസത്തിൻ്റെ ട്രെയ്റ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഈ ട്രെയ്റ്റ്സ് കാണുന്ന സമയത്ത് അതായത് നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ഓപ്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസിഷനാണ് അതിൽ സ്റ്റേ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവരെ ഹീൽ ചെയ്യാൻ പറ്റില്ല. അവർ തന്നെ എന്ത് ചെയ്യണം, ഇതിന് ഓക്കെ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ച് മനസ്സിലാക്കി ഇതിലിരുന്ന് പുറത്തോട്ടേക്ക് വരാൻ തയ്യാറാവേണ്ടതാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരങ്ങനെ തയ്യാറാവുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഡിസിഷനാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റേ ചെയ്യണോ അല്ല വേണ്ടയോ എന്നുള്ള പോലെ. ഇത് ഏർലി സ്റ്റേജിൽ മനസ്സിലാവുന്നുണ്ട് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത്രയും സെൽഫ് അവെയർനെസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് എവിടെയോ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടും റിയലൈസേഷൻ ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. സോ യു ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് ഓപ്റ്റിങ് സംതിങ് എൽസ്, ലൈക്ക് ഓക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാനോ പാരൻസിൻ്റെ അടുത്ത് കാര്യം പറയാനോ നല്ല കോൺസ്റ്റൻ്റ് ആയിട്ട് റിജിഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് അവരുടെ ഗ്യാസ് ലൈറ്റിങ്ങിൽ നമ്മൾ വീഴില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക, മാനിപ്പുലേഷൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക.
ഒബ്വിയസ്ലി അവർക്ക് നോ പറയുന്ന സമയത്ത് തന്നെ അവർ ട്രിഗർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തന്നെ നമുക്ക് ഏകദേശം ക്ലിയർ ആവും ദാറ്റ് അവർക്ക് ആ ഒരു ഡിസ്കംഫർട്ട് പറ്റാതിരിക്കുന്ന സമയത്ത് അവർ അബ്യൂസ് ചെയ്യാൻ വരുമ്പം നമുക്ക് മനസ്സിലാവും. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ കാണുന്ന സമയത്ത് യു ക്യാൻ ആക്ച്വലി കം ഔട്ട് ഓഫ് ദാറ്റ്. ലുക്ക്, ദിസ് ഇസ് കംപ്ലീറ്റ്ലി അപ് ടു നമ്മുടെ മാത്രം ഡെസിഷനാണ്, നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഒരാൾ ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഉടനെ തന്നെ ആ റിലേഷൻഷിപ്പിലിരുന്ന് പുറത്തോട്ടേക്ക് വരണം എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് സംതിങ് മോർ ഡീപ്പ്, സംതിങ് മോസ്റ്റ് ഭയങ്കര പ്രശ്നമുള്ളതാണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ ചോയ്സ് ഇസ് ലൈക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. അപ്പം നമുക്കിതിപ്പോൾ ഒരു ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഡേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിന് എന്തൊക്കെയായിരിക്കും റെഡ് ഫ്ലാഗ്സ് ആയിട്ടുണ്ടാവുക? ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഒരു ലൈക്ക് എന്താ റിലേഷൻഷിപ്പിൽ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ഡീവാലുവേഷൻ ആണെങ്കിലും ക്രിറ്റിസിസവും അല്ലെങ്കിൽ ഒത്തിരി ചീറ്റിങ്ങും കാര്യങ്ങളിലോട്ടേക്ക് കിടക്കുന്നത്. പക്ഷേ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എങ്ങനെ ഒരു നാർസിസ്റ്റിനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി എല്ലാം പെട്ടെന്നായിരിക്കും. അതായത് നമ്മളൊരു നോർമൽ റിലേഷൻഷിപ്പിലോട്ടേക്ക് കയറുന്നത് പോലെ ആയിരിക്കില്ല. പെട്ടെന്ന് ഫിസിക്കൽ ഇൻറ്റിമസി, പെട്ടെന്ന് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും നിന്നെപ്പോലെ ഒരാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഒരാളുടെ അടുത്ത് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ സീക്ക് ചെയ്യുമായിരുന്നു, ഐ എം ഇൻ സോ മച്ച് ലവ് വിത്ത് യു. മേ ബി വിത്തിൻ എ വീക്ക് ഓർ വിത്തിൻ 4 to 5 ഡേയ്സിൽ തന്നെ ഇത്തരം ഒരു ക്ലോസ്നെസ് നമുക്ക് മനസ്സിലാവും. എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു ബൗണ്ടറി ക്രോസിങ് നമുക്ക് മനസ്സിലാവും. ഇപ്പം സേ ഫോർ എൻ എക്സാമ്പിൾ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ലാസ്റ്റ് സീൻ ഓഫ് ചെയ്യരുത് എന്ന് പറയണത്, എന്തിന് ബ്ലൂടിക്ക് ഓഫ് ചെയ്യണം എന്ന് പറയുന്നത്, വേറെ ഫ്രണ്ട്സിന് സംസാരിക്കുന്ന സമയത്ത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത്, കോളിൽ ആഡ് ചെയ്യാൻ പറയണത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അല്ല എങ്കിൽ നമ്മുടെ കാര്യത്തിലോട്ടേക്ക് ഇപ്പം ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഇടപെടുക, അങ്ങനത്തെ സൈൻസ് കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോ പറയുന്ന സമയത്ത് അവർക്കത് എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇപ്പം ലൈക്ക് ഇപ്പം എൻ്റെ കൂടെ പുറത്തോട്ടേക്ക് വരണം എന്ന് പറയുന്ന സമയത്ത് ഇഫ് യു സേയിങ് ദാറ്റ് നോ ഐ കൻ നോട്ട്, എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ട്, ദേ വിൽ ബി ഡിസ്റ്റർബ്ഡ്. ഒബ്വിയസ്ലി അവർക്ക് പ്രശ്നമായിരിക്കും. നീ എന്തിനാണ് അങ്ങനെ പോണേ, എന്നെക്കാളും പ്രധാനമാണോ നിനക്ക് വേറെ ഒരു കാര്യം എന്നുള്ള രീതിയിലായിരിക്കും റെസ്പോൺസസ് ഉണ്ടാവുക. സോ ഇങ്ങനത്തെ സൈൻസ് ഒക്കെ കാണുന്ന സമയത്ത് ദർ ഇസ് ലൈക്ക് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന എല്ലാവരും നാർസിസ്റ്റ് ആണെന്നല്ല പറയണേ, പക്ഷേ ദീസ് ആർ ലൈക്ക് സയൻസ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് അവർ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടോ, നമ്മൾ നോ പറയുന്ന സമയത്ത് അവർക്ക് അത് റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നോക്കുക. കാരണം ഫോർ ദെം അവരുടെ ബൗണ്ടറീസ് ഭയങ്കര സ്ട്രോങ്ങും നമ്മുടെ ബൗണ്ടറീസിനെ ഭയങ്കരമായിട്ട് വയലേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നാർസിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ അതിനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ ആ ഒരു സ്പീഡായിരിക്കും, പെട്ടെന്ന് തന്നെ വരുന്നു, നമ്മളെല്ലാം ആയി. മേ ബി ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫിസിക്കൽ ഇൻറ്റിമസി പോലും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റേജൊക്കെ എത്തുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മളപ്പോൾ ഈ കോൺവെർസേഷൻ എൻഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് എന്ന രീതിക്ക് മനീഷയ്ക്ക് എന്താണ് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? നമ്മളിന്ന് ഒത്തിരി സംസാരിച്ചു അല്ലേ. അതായത് നമ്മൾ നാർസിസത്തിനെ പറ്റി സംസാരിച്ചു, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത്രയും ഇൻഫോർമേഷൻസ് വെച്ചിട്ട് മാത്രം ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ജഡ്ജ് എനിവൺ. അതായത് നമ്മുടെ പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒരാളെ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതിൻ്റെ ബേസിൽ മാത്രം നമ്മൾ ഡയഗ്നോസ് ചെയ്യാനോ നമ്മൾ ജഡ്ജ് ചെയ്യാനോ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണ് എങ്കിൽ ഒരു പ്രൊഫഷണലിനെ കണ്ട് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഐ വോണ്ടഡ് ടു ഇൻക്ലൂഡ് സംതിങ്. നിങ്ങളൊരു അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണ് എങ്കിലും ഒരിക്കലും തെറപ്പി എടുക്കുന്നതിൽ ഒരു മടി കാണിക്കരുത്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിൽ ഒരിക്കലും ഒരു പിന്നോട്ടേക്ക് വെക്കാൻ പാടില്ല. എപ്പോഴും തെറപ്പി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിലിരുന്ന് പുറത്തോട്ടേക്ക് വരാനാണെങ്കിലും നമ്മുടെ സെൽഫ് എസ്റ്റീം കുറച്ചും കൂടെ കൂട്ടാനാണെങ്കിലും ഇറ്റ് വിൽ ഓൾവേസ് ഹെൽപ്പ് യു. ആ ഒരു കാര്യം കൂടെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തോന്നി. നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ നാർസിസിസ്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കൂടുതൽ ഡിസ്കഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് ബൈ ബൈ.